ഹായ്, ഇന്ന് ഞങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിന്റെ ബർത്ത്ഡേ ആണ്. ഒലിനെ എനിക്ക് ഏകദേശം 3 വർഷമായിട്ട് അറിയാം. എന്റെ ഓഫീസിൽ വെച്ച് പരിചയപ്പെട്ടാണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഒരു അടുപ്പം തോന്നിയ വ്യക്തിയാണ്. ഒലിനെ മറ്റുള്ളവരിൽ നിന്ന് വേർതിരിപ്പിക്കുന്നത് അവന്റെ കാഴ്ചപ്പാടുകളും ചിന്തകളുമാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ബീയിങ് കൈൻഡ് നീഡ്സ് നോ റിവാർഡ് എന്ന്. അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ഞങ്ങളുടെ വിവാഹത്തിനും ജർമ്മനിയിൽ നിന്ന് ഗുരുവായൂർ വരാൻ വന്നിരുന്നു. ഇപ്പൊ ബർത്ത്ഡേ പ്രമാണിച്ച് അവന്റെ ക്ലോസ് ആയ വളരെ ചുരുക്കം ആളുകളെ അവനൊരു പബ്ബിലോട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു. അപ്പൊ ഞങ്ങളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തില്. അപ്പോൾ ആദ്യത്തെ റൗണ്ട് ഓഫ് ഡ്രിങ്ക്സ് ഒലിയുടെ വക ഞങ്ങൾക്ക് എല്ലാവർക്കും ഫ്രീ ആയിരുന്നു. പിന്നെ പതിയെ ഞങ്ങൾ അവന്റെ ഫ്രണ്ട്സിനെയൊക്കെ പരിചയപ്പെട്ടു. നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് അവന്റെ ഫ്രണ്ട് സർക്കിൾ. അവന് ഡിഫറെന്റ് ഹോബി സെറ്റ്സ് ഉണ്ട്. അവൻ ബോൾഡർ ചെയ്യാൻ പോവാറുണ്ട്, നിറ്റിംഗ് ഉണ്ട്, മെറ്റൽ വർക്ക്ഷോപ്സ് ഉണ്ട്, കാർപ്പൻട്രി ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്. അപ്പോൾ ഇവിടുന്ന് എല്ലാവരും ഡിഫറെന്റ് ഗ്രൂപ്പ്സ് ഓഫ് ഫ്രണ്ട്സ് അവനുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ ഞങ്ങൾക്കും പരിചയപ്പെടാൻ പറ്റി. കുറെ ഇൻട്രസ്റ്റിംഗ് കഥകളൊക്കെ കേട്ടിരുന്നു. അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ ഒലിക്ക് സർപ്രൈസ് ആയിട്ട് അവന്റെ പാരന്റ്സ് അടുത്തുള്ള സിറ്റിയിൽ നിന്ന് വന്നിരുന്നു. അപ്പോൾ ഒലിയുടെ ഇന്ത്യൻ യാത്രകളും നവ്യയുടെ നഴ്സിംഗ് കഥകളൊക്കെ ആയിട്ട് അവരോട് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു. ഏകദേശം 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ഒരു ഡിന്നർ ഡേറ്റ് ആയാലോന്ന് കരുതി നേരെ ഒരു റെസ്റ്റോറൻറ്റിലോട്ട് വിട്ടു. ജർമ്മനിയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് പുറത്തു പോയിട്ട് ഡിന്നർ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തിരി ലാവിഷ് ആവാന്ന് കരുതി ഞാനൊരു ലസാനിയയും നവ്യക്ക് ഒരു പിസയും ഓർഡർ ചെയ്തു. അവിടുന്ന് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് പതിയെ കഴിച്ച് പുറത്തിറങ്ങി വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 10:30 കഴിഞ്ഞിരുന്നു. പക്ഷെ ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. ചില പുതിയ മുഖങ്ങൾ, നല്ല ആളുകൾ, വേറിട്ട കഥകൾ അവരൊക്കെ കണ്ടപ്പോഴാണ് ജീവിതത്തിൽ ഗ്രേറ്റ്ഫുൾ ആയിരിക്കാൻ എത്ര കാരണങ്ങളുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.